ഹേയ് വെജിറ്റേറിയൻസ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള റെസിപ്പീസൊക്കെ എപ്പോഴും നോൺ വെജ് റെസിപ്പീസ് സാലഡിൽ വെജിറ്റേറിയൻസ് ഒക്കെ കണ്ട് പോന്നോളി. വേണ്ടി റെസിപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പൂരിക്കും ഗീ റൈസും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്. എപ്പോഴും നമ്മൾ ബീഫ് ചില്ലി ചിക്കൻ ചില്ലിയൊക്കെ കഴിക്കൽ. അപ്പോൾ ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു ചില്ലി ഉണ്ടാക്കിയാലോ. ആദ്യത്തെ ഉരുളക്കിഴങ്ങ് ഒന്ന് മസാല തേച്ച് വെക്കുക. മസാല പൗഡേഴ്സൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കട്ടോ. കോൺഫ്ലവർ ഉപ്പൊക്കെ ഇട്ട് മസാല തേച്ചിട്ട് അതൊന്ന് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ശേഷം ആ ഓയിലിൽ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കാം. ഒന്ന് സോട്ടായി വന്നാൽ നല്ലോണ്ട് സ്മെല്ലൊക്കെ വരും ഇതിടുമ്പോൾ. പിന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ ഞാൻ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം. എന്നിട്ട് 2 സവാള സ്ക്വയറാക്കി കട്ട് ചെയ്ത് ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും മസാലപ്പൊടികളായിട്ടുള്ള പെപ്പർ പൗഡർ കാശ്മീരി ചില്ലിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കാം. പൊടികളൊക്കെ ആവശ്യത്തിന് ഉരുളക്കിഴങ്ങിൽ ഇട്ടിട്ട് ഈ 2 പൊടികൾ മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് സോയാ സോസൊക്കെ ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസിന് ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ തക്കാളി പഞ്ചസാരയും ചേർത്ത് മിക്സിൽ അടിച്ചിട്ടും ചേർത്ത് കൊടുത്തോളിയും. പിന്നെ ടൊമാറ്റോ സോസ് ഇല്ല എന്നുള്ളവരും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. വീണ്ടും മിക്സ് ആക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടെ. ഉരുളക്കിഴങ്ങ് ചേർത്താൽ വേവാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ വെന്തോളല്ലോ. ലാസ്റ്റ് കുറച്ച് മല്ലിയില സ്പ്രിംഗ് ഓണിയനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. അപ്പം വെജിറ്റേറിയൻസിനോട് എനിക്ക് കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇഷ്ടാവൂലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അപ്പോൾ ഓക്കെടാ.